തബർദാൻ. അപ്പോൾ നമുക്കൊന്നൊരു കുഞ്ഞു പർച്ചേസുമായിട്ട് സ്പാറ് വരെ ഒന്ന് പോയിട്ട് വരാം. നമ്മളൊന്ന് പുറത്തിറങ്ങിയപ്പോഴാണ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റിലും ഫ്ലാഗ് കണ്ടത്. ലേബർ ഡേയോട് തന്നെ അനുബന്ധിച്ച് നമുക്ക് ഇതുപോലെ കുഞ്ഞു കാര്യങ്ങൾ ഇവിടെ കാണാം. അത് നമ്മുടെ സ്ലൊവേനിയൻ കൺട്രിയുടെ യൂണിറ്റി ആൻഡ് ഹെറിറ്റേജ് റെപ്രസെൻ്റ് ചെയ്തിട്ടാണ് ഇവർ നല്ല ടോളായിട്ടൊരു മരം മുറിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഫ്ലാഗ് ഹോൾഡ് ചെയ്യും. നമുക്കിവിടെ സ്ലൊവേനിയയിൽ ലേബർ ഡേ ഹോളിഡേ 2 ദിവസമാണ് കേട്ടോ. May 1 May 2 നമ്മൾ ലേബർ ഡേ ആയിട്ട് ആഘോഷിക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ അതുകൂടാതെ നമുക്ക് നമ്മുടെ കമ്പനി 2 ദിവസം എക്സ്ട്രാ ലീവ് തന്നിട്ടുണ്ട്. സോ ടോട്ടൽ 4 ദിവസം നമ്മളിവിടെ ഫ്രീ ആണ്. അപ്പോൾ 2 ദിവസം ഷോപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇന്ന് സ്പാറിലോട്ട് പോവാണ്. അപ്പോഴാണ് നമ്മൾ സ്പാറിൽ വെച്ചിട്ട് നമ്മുടെ മെയിൻ ആൾക്കാരെ കണ്ടത്, അതായത് മല്ലിയിലയും പുതിനയും. ആദ്യമായിട്ടാണ് ഇത്രയും നല്ല ഇലകൾ നമ്മളിവിടെ കാണുന്നത്. ഇവിടെ ഇപ്പം ചൂടും വെയിലൊക്കെ ആയതുകൊണ്ട് തന്നെ എല്ലാവരും കൃഷി ചെയ്യുന്ന തിരക്കിലാണ്. സോ അത് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടെ നിന്ന് മേടിക്കാൻ കിട്ടുന്നുണ്ട് ഇപ്പം. സോ നമ്മളും ഇതൊന്ന് പ്ലാൻ ചെയ്യാമെന്ന് വിചാരിച്ചു. എങ്ങനെയായിരിക്കും വെതർ ഇവിടെ സെറ്റ് ആവുമെന്ന് അറിഞ്ഞുകൂടാ. ബൈ ദ വേ നമ്മളും 2 തൈ ഓരോന്ന് മേടിച്ച് നമ്മളിനി അത് മണ്ണൊക്കെ ഇട്ട് നമുക്കൊന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ അപ്പം എന്തൊക്കെ നമ്മൾ എത്രയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കിയാലും മല്ലിയിലും പുതിനയും നമ്മുടെ കറികൾക്ക് തരുന്ന ഫ്ലേവർ അത് വേറെ ഒന്ന് തന്നെയാണ് അല്ലേ. അതായത് നമ്മൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പം ഇവിടെ യൂഷ്വലി ഇതൊന്നും ഇല്ലാത്ത നല്ല നമുക്ക് കുറവ് അറിയുന്നുണ്ട്. സോ നമുക്ക് എന്തായാലും ട്രൈ ചെയ്യാം. അരിപ്പൊടി കിട്ടിയിട്ടുണ്ട്. 400 ഗ്രാമിന് അരിപ്പൊടി എന്താ വില എന്നറിയോ? €3.28. ഇവിടെ കൊള്ളിയുടെ പൊടിയുടെ €4.49. ഇതൊന്നും നമുക്ക് മുതലാവില്ല. ബട്ട് അങ്ങനെ നമ്മൾ പുട്ടുപൊടിയും നമ്മുടെ മല്ലിയും പുതിനയൊക്കെ മേടിച്ചിറങ്ങി അവിടെ. ഗോപുജി, ചൂടെങ്ങനെയുണ്ട്? തണുപ്പങ്ങോട്ട് പറയുമ്പോൾ ഭയങ്കര ചൂട്. അപ്പം നമുക്ക് 4 ദിവസം ഹോളിഡേ കഴിഞ്ഞ് കാണാം.